CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര പാലയ്ക്കൽ വീട്ടിൽ 36 വയസ്സുള്ള ഫാറൂഖാണ് മരിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന തായങ്കാവ് ആശാരിപ്പടി കുടിവെള്ള പദ്ധതിയുടെയും ഗ്രാമീണ റോഡ് സംരക്ഷണ ഭിത്തിയുടെയും ഉദ്ഘാടനം നടന്നു. പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കുടിവെള്ള പദ്ധതിയുടെയും സംരക്ഷണ ഭിത്തിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. പഴഞ്ഞിയരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരവേല മഹോത്സവം വർണ്ണാഭം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50ഓളം ഗജവീരന്മാർ അണിനിരന്നു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വെള്ളച്ചാലിലേക്ക് മറഞ്ഞു. കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ചാട്ടുകുളം കണ്ടപ്പൻ ബസാറിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉണങ്ങിയ പുല്ലുകൾക്കാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തീപിടിച്ചത്. കൊരട്ടിക്കര ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിന്റെ 63-ാം വാർഷികം ആഘോഷിച്ചു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവശ്യ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പുന്നയൂർക്കുളം കേരള സാഹിത്യ അക്കാദമി കമല സുരയ്യ സമുച്ചയത്തിൽ പരിപാടികൾ നടത്താൻ ആളുകൾ വിസമ്മതിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2 പരിപാടി മാത്രമാണ് ഇവിടെ നടന്നത്. കടവലൂർ പാടശേഖരങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കർഷകർ കളക്ടർക്ക് പരാതി നൽകി. പഞ്ചായത്തിലും പോലീസിലും നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കളക്ടർക്ക് നേരിട്ട് പരാതി നൽകിയത്. ജില്ലയിലെ ആദ്യ ജീവിതശൈലി രോഗനിർണയ നിയന്ത്രണ ക്ലിനിക് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 27 വൈകിട്ട് 4 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായിരുന്ന ചന്ദ്രൻ വട്ടംപറമ്പിലിന്റെ 13-ാം ചരമവാർഷിക ദിനത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിനായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേർന്നു. തൃശൂർ രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ ബോർഡ് ചെയർമാൻ പേഴ്സൺ എലിസബത്ത് അസീസി അധ്യക്ഷത വഹിച്ചു. CPM കടങ്ങോട് മണ്ടംപറമ്പ് ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. പോൾ ജോസഫ് അധ്യക്ഷനായി. ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്തായി എളവള്ളി മാറുന്നു. ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്തെ എളവള്ളിയെ മാറ്റുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മന്നലങ്ങുന്ന പാലം റോഡിൽ മാലിന്യം തള്ളൽ വ്യാപകമാവുന്നു. പാലത്തിന്റെ ഇരുവശങ്ങളിലുമാണ് മാലിന്യം തള്ളുന്നത്. ഈ വർഷത്തെ പൂരാഘോഷം വേണ്ടെന്ന് വെച്ച് ക്ഷേത്ര പുനരുദ്ധാരണ ഫണ്ടിലേക്ക് 75,000 രൂപ സംഭാവന നൽകി ഒറ്റപ്പിലാവ് ഗ്രാൻഡ് പൂരാഘോഷ കമ്മിറ്റി മാതൃകയായി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ചെമ്പോല പൊതിയുന്ന പ്രവൃത്തിയിലേക്കാണ് ഒറ്റപ്പിലാവ് ഗ്രാൻഡ് പൂരാഘോഷ കമ്മിറ്റി ആഘോഷങ്ങൾ ഒഴിവാക്കി സംഭാവന നൽകിയത്. ഇടക്കഴിയൂർ കലാ സാംസ്കാരിക രംഗത്ത് മുതൽക്കൂട്ടായിക്കൊണ്ട് സഫ്തർ ഹാഷ്മി ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. ഇടക്കഴിയൂർ തെക്കേ മദ്രസ പരിസരത്ത് ആരംഭിച്ച വായനശാല ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റും സമസ്ത വൈസ് പ്രസിഡന്റുമായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ 2ാമത് ആണ്ടിനോടനുബന്ധിച്ച് SKSSF അണ്ടത്തോട് യൂണിറ്റ് അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. PKS പന്നിത്തടം ലോക്കൽ കൺവെൻഷൻ AL വായനശാല ഹാളിൽ PKS തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PV മണി ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതി ഉൾപ്പെടുത്തണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 54-ാം ചരമവാർഷികം ആചരിച്ചു. അക്കിക്കാവ് കരയോഗ മന്ദിരത്തിൽ പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ ഛായാചിത്രത്തിന് മുമ്പിൽ വിളക്കുകൊളുത്തി പുഷ്പാർച്ചന നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.